Hello friends, welcome back to my channel. In fact, welcome to Alice Nest. ഇത് ആക്ച്വലി കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഒരു ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഹോം ഇൻറ്റീരിയർ അല്ലെങ്കിൽ ഡെക്കോർസ് ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പം കുറേ നാളായിട്ട് നമ്മൾ ആസ് വി ആർ ന്യൂ ഹിയർ ഇൻ ന്യൂസിലാൻഡ് ആൻഡ് വി ആർ ജസ്റ്റ് സെറ്റിലിംഗ് ഡൗൺ, എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ. സ്റ്റിൽ എല്ലാം ഒന്നും അറേഞ്ച് സെറ്റ് ആക്കിയിട്ടില്ല എങ്കിൽ പോലും കുറച്ച് ഹോം ഡെക്കോഴ്സും ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ ഒന്നൊരു ഷോർട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഈ ഒരു വീട് ആക്ച്വലി റെൻറ്റഡ് ഹോമാണ്, നമ്മുടെ സ്വന്തം വീടല്ല. റെൻറ്റഡ് ഹോം എല്ലാവരും ഡെക്കറേറ്റ് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനാക്കി വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ന്യൂസിലൻഡിലൊക്കെ അതിന് റെഗുലേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ഓൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ ഒരു ഫുൾ ഒരു വ്യൂ എടുക്കാൻ അലൗഡ് ആണോ എന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാനൊരു ഇൻറ്റീരിയറും ഡെക്കോസും മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പുറത്തുനിന്നുള്ള ഒരു എക്സ്റ്റേണൽ വ്യൂ എടുക്കുന്നില്ല കേട്ടോ. ആൻഡ് ദെൻ നമ്മൾ ഈ വീട് ആക്ച്വലി നമുക്ക് ഒരു കുഞ്ഞു വീടാണ്, ഒരു 2 bedroom ഹൗസാണ്. ആൻഡ് ദെൻ വലിയൊരു സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സൗകര്യമൊക്കെ കുറവാണ്. പക്ഷേ നമ്മുടെ വീട് അറേഞ്ച് ചെയ്യുന്ന പോലെയും ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെയും നമ്മളെങ്ങനെ അത് നീറ്റാക്കി ഇടുന്നു എന്നുള്ളതിലൊക്കെയാണ് ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ വീട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെയിൻറ്റും കാര്യമൊന്നും നമുക്ക് മാറ്റി അടിക്കാൻ പറ്റില്ല. ഈവൻ ദോ അവർ ഇച്ചിരി ഫ്ലെക്സിബിളാണ്, പെയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ പെയിൻ്റൊന്നും ചെയ്തിട്ടില്ല. നമ്മുടേതായ രീതിക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഈ ഒരു ഹൗസ് നമ്മളൊരു ഹോം ആയിട്ട് മാറ്റി എന്ന് തന്നെ. നമ്മൾ യൂഷ്വലി പറയുമല്ലോ യുവർ ഹോം സെസ് ഹൂ യു ആർ എന്ന്. ശരിയാണ്, നമ്മൾ ഒത്തിരി ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന വീട്ടിലാണല്ലേ. അപ്പം ഒരു ഹെക്റ്റിക് വർക്ക് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്നത് നമ്മുടെ വീട്ടിലോട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് വീടാണ്. അപ്പോൾ ആ വീട് എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നോ നമ്മുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റും അതുപോലെ ആയിരിക്കും എന്നാണ് പറയാം. സോ ഞങ്ങൾ രണ്ടുപേരും ആക്ച്വലി പ്ലാന്റ്സ് ഒത്തിരി ഇൻഡോർ പ്ലാന്റ്സ് കീപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഫ്ലവേഴ്സ്, ഇതുപോലെ ഞാൻ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. ഇൻഫാക്റ്റ് നമ്മൾ പറയുക, നമ്മൾ ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ കളേഴ്സ് കാണുമ്പോൾ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യും, ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യുന്നൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഞങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഓരോ ഏരിയാസ്, ഇപ്പം ഡൈനിങ് ഏരിയ ആയിക്കോട്ടെ, കിച്ചൺ ആയിക്കോട്ടെ, ലിവിങ് സ്പേസ് ആയിക്കോട്ടെ, ബെഡ്റൂം ആയിക്കോട്ടെ, എല്ലാം ഡിഫറെൻറ്റ് രീതിക്കാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞങ്ങൾ വിചാരിച്ചു ഒരു വുഡൻ ഹ്യൂസ് ആൻഡ് ഒരു എർത്തി ടോൺസ് ഒക്കെ വെച്ചിട്ട് നല്ല ഗ്രീനറി ഒക്കെ സെറ്റ് ചെയ്തിട്ടൊരു ഡൈനിങ് സ്പേസ് ആക്കാമെന്ന്. അപ്പം ഡൈനിങ് സ്പേസ് എപ്പോഴും നമ്മൾ കുറേ ടൈമൊന്നും സ്പെൻഡ് ചെയ്യില്ലെങ്കിലും കിച്ചൻ്റെ അടുത്ത് ഡൈനിങ് സ്പേസ് ആകുമ്പോൾ നമ്മൾ ഒന്നിച്ചിരുന്ന് വർത്താനം പറയുക അല്ലെങ്കിൽ സ്നാക്സ് കഴിക്കുക, അങ്ങനെ ഒരു മെജോറിറ്റി ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ലേഡീസ് ആകുമ്പോൾ ഒന്നെങ്കിൽ കിച്ചൺ, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ആകുമ്പോൾ ഡൈനിങ് ഏരിയ ഒക്കെ ആയിരിക്കും. അപ്പം ഇവിടെ കൂടുതലായിട്ടും ഒരു വുഡിൻ്റെ ടേബിളും ചെയേഴ്സും ഡെസ്കും ഒക്കെ ബെഞ്ചും ഒക്കെ ആയിട്ട് കുറേ വുഡൻ ഒരു റസ്റ്റിക് സ്റ്റൈലിലാണ് ഇത് സെറ്റ് ചെയ്തത്. കാരണം ഒത്തിരി വുഡൻ ഷെൽഫ്സും പിന്നെ കുറേ പ്ലാന്റ്സ് പോട്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. ചെറിയൊരു വീടായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മൾ ലൈബ്രറി അറേഞ്ച്മെൻറ്റും കൂടി ചെയ്തിരിക്കുന്നത്. കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ ആയിട്ട്, സിൻസ് ഐ ലവ് ടു റീഡ് ബുക്സ്. പിന്നെ അതുപോലെ തന്നെ ആലിയുടെ കുറച്ച് കിൻഡർ ഗാർഡൻ ബുക്സ്, പിന്നെ അങ്ങനെയുള്ള റൈംസ് കാര്യങ്ങളൊക്കെയുള്ള ബുക്സ് അങ്ങനെയൊക്കെ. പിന്നെ കിച്ചണിലും കുറച്ച് ബുക്സൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കിച്ചൺ കാണിക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ മാക്സിമം ഈ പ്ലാന്റ്സിൻ്റെ പോട്ട്സൊക്കെ ഒരു ജൂട്ട് മെറ്റീരിയൽ പോലെയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഒരു വൈറ്റ് പിന്നെ വുഡ് ഗ്രീനറി എല്ലാ ടച്ചും കൂടെ വരുത്തിയിട്ടാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡൈനിങ് ഏരിയ ഒന്ന് നോക്കാം കേട്ടോ.
മൂവ് ഓൺ ടു ദ കിച്ചൺ. കിച്ചൺ ഡെക്കോർസ് ആണ് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇങ്ങനെ സ്റ്റോറീസ് പോസ്റ്റ് ചെയ്യുമ്പോൾ കിച്ചൺ ഡെക്കോർസ് ഒക്കെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടു ബി ഓണസ്റ്റ്, കിച്ചൺ എന്ന് പറയുന്നതാണല്ലോ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഈവൻ ദോ നമ്മൾ വർക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിലൊക്കെ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കുക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന കിച്ചണിലാണ്. അപ്പം ഇത് ആക്ച്വലി ഒരു ഓപ്പൺ കിച്ചണാണ്. ഇങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ കിച്ചൺ. സോ ഈ കൗണ്ടർ ടോപ്സും കാര്യങ്ങളൊക്കെ അവർ തന്നെ സെറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു ഫ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ കുറേ വാർഡ്രോബ്സ് കാര്യങ്ങളൊക്കെ കിച്ചണുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ് വുഡൻ എന്താ പറയുക, ഷെൽഫ്സും കാര്യങ്ങളൊക്കെ. അപ്പം എന്നോട് കുറച്ച് പേര് ചോദിച്ചാൽ എവിടെ നിന്നായിരുന്നു ഈ കിച്ചൺ അറേഞ്ച് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വാങ്ങിയത്, അതായത് ഈ ഷെൽഫ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയത്. അത് വാങ്ങിയത് നമ്മൾ കൂടുതലും പർച്ചേസ് ചെയ്തിട്ടുള്ള കെ-മാർട്ടിൽ നിന്നാണ് കേട്ടോ. നമ്മുടെ ഹെൻഡർസൺ കെ-മാർട്ടിൽ നിന്ന്. കെ-മാർട്ടിൽ അത്യാവശ്യം നല്ല വൈഡ് വെറൈറ്റി ഓഫ് ഇങ്ങനത്തെ തിങ്സ് ഉണ്ട്. റസ്റ്റിക് ഡെക്കോർ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ സ്പൈസസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്ന ബൗൾസ്, പിന്നെ ടീ, കോഫി, ഷുഗർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ബോട്ടിൽസ് അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്രിസ്കോസിൽ സെയിൽ ഉണ്ടായിരുന്ന സമയത്ത് വാങ്ങിയതാണ്. അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി ഒത്തിരി നമ്മളിങ്ങനെ കോൺഷ്യസ് ആയി ആലോചിച്ച് ചെയ്ത് കുറേ കാര്യങ്ങൾ വാങ്ങി സെറ്റ് ചെയ്തതാണ് കിച്ചൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വൺസ് ഒരു നീറ്റ് കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കയറി കുക്ക് ചെയ്യാനും അതുപോലെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ അത് അറേഞ്ച് ചെയ്ത് വെക്കുന്നതിലാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. അതിലൊരു പോസിറ്റീവ് ഫീലാണ്. നമുക്കതൊരു ഫെഡപ്പ് തിങ് ആയിട്ട് തോന്നില്ല. അങ്ങനെയൊക്കെ. അപ്പോൾ കൂടുതലും കിച്ചണിലാണെങ്കിലും ഡൈനിങ് ഏരിയ പോലെ തന്നെ, അതായത് നമ്മുടെ കിച്ചണും ഡൈനിങ് ഏരിയ ഒറ്റൊരു ഹോളാണ്. അപ്പോൾ ഇവിടെയും റസ്റ്റിക് ആയിട്ട് ഒത്തിരി വുഡൻ ടോൺസ് ഒക്കെ വെച്ചിട്ട് ഒരു വുഡൻ കളർ ആൻഡ് വൈറ്റ് ഓൾസോ ബ്ലാക്ക്, അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് കിച്ചൺ നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ കുഞ്ഞ് സ്പേസ് ആണ്. വീഡിയോയിൽ എങ്ങനെയാണ് തോന്നുന്നത് എനിക്കറിയില്ല. പക്ഷേ പറഞ്ഞല്ലോ, നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ അത് കാണുന്ന ഒരു ഭംഗി എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് കിച്ചണൊക്കെ ഒന്ന് കാണാം കേട്ടോ. പറയുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ഒത്തിരി ഇംഗ്ലീഷ് കുക്കിംഗ് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഹെർബ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് കിച്ചൻ്റെ ഉള്ളിൽ തന്നെ ഹെർബ്സ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു സ്പേസ് വേണമായിരുന്നു ഹെർബ്സ് കീപ്പ് ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഈ വിൻഡോസിൻ്റെ ഇവിടെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് അഡിക്വേറ്റ് ലൈറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിതിങ്ങനെ ഇത് എക്സ്ട്രാ വാങ്ങിയിട്ട് ഇങ്ങനെ അടിച്ച് സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ അവൻ്റെ മേലെ ആയിട്ട്
ഇതുണ്ട്, ഇത് ആക്ച്വലി പ്രൊപ്പഗേഷൻ യൂണിറ്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ ചുമ്മാ റോസ്മേരി ഒത്തിരി ഇതുപോലെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് റൂട്ട് വന്നെങ്കിലും പിന്നെ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് റോസ്മേരി നന്നായിട്ടുണ്ടായില്ല. അപ്പം ഞാൻ കരുതി റോസ്മേരി കട്ടിങ്സ് തന്നെ വെക്കാം, റൂട്ട് വരുമ്പോൾ എടുത്ത് നടാം. അങ്ങനെ ഇത് റോസ്മേരിയുടെ കട്ടിങ്സ് ആണ്. ആൻഡ് ഇത് മൊത്തം നമ്മുടെ ഹെർബ്സ് ആണ് ഇവിടുത്തെ. സോ അത് നമുക്കൊന്ന് കാണാം കേട്ടോ. ഇത് നമ്മുടെ തൈമാണ്. തൈം എന്ന് പറയുന്നൊരു ഹെർബാണ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ കോഫിനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് അങ്ങനെ കേട്ടിട്ടുണ്ട് തൈം. നാട്ടിലൊന്നും ഞാനത് കണ്ടിട്ടില്ല, എനിക്കറിയില്ല ഉണ്ടോയെന്ന്. ഇവിടെ അതുപോലെ നമ്മൾ ഈ സൂപ്പിൽ മിക്ക ഡിഷസിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ തൈം എന്ന് പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഖൈം എന്ന് പറയും. നമുക്കിപ്പോൾ ഈ പാക്ക് ആൻഡ് സേവിലൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് തരുന്ന അങ്ങനെ കണ്ടിട്ടുണ്ട്, ഐ മീൻ വെജിറ്റബിൾ സെക്ഷനിലൊക്കെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ സൂപ്പിൽ പിന്നെ ഈ നോൺ വെജിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് അടിപൊളി സംഭവം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സാധാ ലാവൻഡർ ആണ്. ലാവൻഡർ കുക്കിങ്ങിലും യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ അല്ലാണ്ട് ഔട്ട്ഡോർ ആയിട്ടും വെക്കാറുണ്ട്. അപ്പം ലാവൻഡർ കൊള്ളാം, കുക്കിങ്ങിലാണെങ്കിലും യൂസ് ചെയ്യും. പക്ഷെ അധികം ഞാൻ യൂസ് ചെയ്തിട്ടില്ല ലാവൻഡർ. ഇത് രണ്ടും സൂപ്പറാണ്, തൈം ആൻഡ് കൈം. പിന്നെ ഇത് നമ്മുടെ പാസ്ലി ആണ് കേട്ടോ, പാസ്ലി ലീവ്സ് ആണ്. പാസ്ലി ലീവ്സ് അറിയാലോ, എല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് നമ്മുടെ മിൻറ്റ് നമ്മുടെ പുതിന എന്ന് പറയുന്ന നാട്ടിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കാനടക്കം നല്ലതാണ്. പിന്നെ ഇത് നമ്മുടെ ബേസിൽ, തുളസി. നാട്ടിലെ തുളസി അല്ല, ഇവിടെ നമ്മൾ പാക്ക് ആൻഡ് സേവിൽ നിന്ന് വാങ്ങിയിട്ടുള്ള തുളസിയാണ്. ഇത് സൂപ്പറാട്ടോ, വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ അടിപൊളിയാണ് ബേസിൽ. അതുപോലെ തന്നെ നമ്മുടെ ഒത്തിരി ഇംഗ്ലീഷ് ഡിഷസിൽ നമുക്ക് യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ ബേസിൽ. അതുപോലെ ഇവിടെ വന്നിട്ട് ഞാനൊരു വെറൈറ്റി തുളസി കണ്ടത്, വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല, നാട്ടിൽ നമ്മൾ കൃഷ്ണ തുളസി അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള പേർപ്പിൾ തുളസി എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പാക്ക് ആൻഡ് സേവിൽ. അങ്ങനെ അത് വന്ന് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. അത് അത്യാവശ്യം നന്നായിട്ട് പിടിച്ചു. ഇത് നമ്മുടെ പനിക്കൂർക്ക. അത് വൺ ഓഫ് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നതാണ് പനിക്കൂർക്ക കേട്ടോ. പനിക്കൂർക്ക ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ വെള്ളം തിളപ്പിക്കാനും അതുപോലെ തന്നെ പനി ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ നല്ല സംഭവമാണ് പനിക്കൂർക്ക. ജസ്റ്റ് ഹെർബ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞായിരുന്നു ഇൻഡോർ പ്ലാന്റ്സ്, അതായത് ഇവിടെയുള്ള പ്ലാന്റ്സ് ഒക്കെ ഒന്ന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുമെന്ന്, അതിൻ്റെ കെയർ എങ്ങനെയാണെന്നൊക്കെ കേട്ടോ. അത്ര ഒരു അത്ര അറിയാവുന്ന ഒരാളൊന്നുമല്ല പ്ലാന്റ്സിനെ കുറിച്ച്. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ കുറച്ച് കെയർ ഒക്കെ ചെയ്ത് അങ്ങനെ കീപ്പ് ചെയ്യുന്നതാണ് വീട്ടിൽ പ്ലാന്റ്സ്. അപ്പം അഫ്കോഴ്സ് ഐ എം മോർ ദാൻ ഹാപ്പി ടു ഡു പ്ലാൻ വീഡിയോസ്. അപ്പം ഇതിൻ്റെ കൂടെ വേണ്ടാന്ന് കരുതിയിട്ടാണ് വേറൊരു വീഡിയോയിൽ അഫ്കോഴ്സ് പ്ലാന്റ്സിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹെർബ്സ് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ്. ലിവിങ് സ്പേസ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഒരു കുഞ്ഞ് ഏരിയ ആണ്. അത് നമ്മൾ നമ്മുടേതായ രീതിക്ക് അറേഞ്ച് ചെയ്തെടുത്ത കേട്ടോ. ഇത് ആക്ച്വലി ഒരു റെസ്റ്റിക് സ്റ്റൈൽ അല്ല കേട്ടോ നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ അതങ്ങനെ വന്നതാണ് ചെയ്ത സമയത്ത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ സക്കുലൻറ്റ് പോട്ട്സ് വെച്ചിരിക്കുന്ന ഷെൽഫ്, അതുപോലെ തന്നെ വേറെയും ഒത്തിരി പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ആ ഷെൽഫൊക്കെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ഒരു ബ്ലൂ കാർപ്പറ്റ് ഒക്കെ കൊടുത്ത് അങ്ങനെ ആ ഒരു രീതിക്ക് നമ്മൾ ചെയ്തേക്കുന്ന ഒരു ലിവിങ് സ്പേസ് ആണിത്. ഒരു കുഞ്ഞ് സ്പേസ് ആണ്. നമുക്ക് ടി വിയും കാര്യങ്ങളൊക്കെ വെച്ച് വരുമ്പം ഇച്ചിരി ചെറിയ സ്പേസ് ആണ്, പക്ഷേ എന്താ പറയുക, വി ലവ് ഇറ്റ്. അത് തന്നെ. ആൻഡ് കേർട്ടൻസ് എന്ന് പറയുന്നത് നമ്മളിവിടെ വരുമ്പോൾ തന്നെ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റുകാർ ചെയ്തു തരുന്നതാണ്. അങ്ങനെ പിന്നെ മിക്ക വീടുകളിലും ഇങ്ങനെ ആണി അടിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് അതൊന്നും പ്രശ്നമില്ല. പിന്നെ നമ്മൾ ആക്ച്വലി ബോണ്ട് മണി കൊടുക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ഡാമേജ് വീടിന് വന്നിട്ടുണ്ടെങ്കിൽ ആ ബോണ്ട് മണി നമുക്ക് കിട്ടില്ല. പിന്നെ അതുപോലെ എവറി 3 months നമുക്ക് ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ കുവൈറ്റ് പോലെ അല്ല, വേറെ പ്ലേസസ് പോലെയല്ല. ഇവിടെ നമ്മളൊരു വീട് റെൻറ്റിന് എടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ വ്യൂവിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓക്കെ പറയുമ്പോൾ 2 weeks റെൻറ്റ് അഡ്വാൻസും അതുപോലെ തന്നെ ബോണ്ടും നമ്മൾ കൊടുക്കും. അപ്പോൾ ആ ബോണ്ട് ഇൻ കേസ് അവർ നമ്മളിവിടുന്ന് ഈ കോൺട്രാക്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് പോകുമ്പോൾ വീടിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ ബോണ്ട് നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും കോൺഷ്യസ് ആയിരിക്കും ഇവിടുത്തെ റെൻ്റൽ ഹോംസിൽ നമ്മൾ നിൽക്കും. അപ്പം ഞാനിങ്ങനെ സ്റ്റോറീസ് ഒക്കെ ഇടുന്ന സമയത്ത് എന്നോടെല്ലാം ചോദിക്കാറുണ്ട്, റെൻ്റൽ ഹോം ആകുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുഴപ്പമുണ്ടോ? നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ആണി അടിക്കുക അധികമൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആക്ച്വലി ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അത്രയൊക്കെ ആണി അടിക്കാൻ പറ്റുമോ എന്നറിയാത്തതുകൊണ്ട് അവർ സമ്മതിച്ചെങ്കിൽ പോലും നമ്മൾ കുറച്ചൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്ക് ലിവിങ് സ്പേസ് ഒന്ന് കാണാം കേട്ടോ.
ഒരു കോറിഡോറാണ്, ചെറിയൊരു കോറിഡോർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരുന്ന മാസ്റ്റർ ബെഡ്റൂമും പിന്നെ എക്സ്ട്രാ ഒരു റൂം. അത് നമ്മൾ ആലിയുടെ ടോയ് റൂമായിട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ടോയ്സ് ഒന്നും നിരന്ന് കിടക്കില്ല, അവൾ ആ റൂമിൽ തന്നെ ഇരുന്ന് കളിച്ചോളും ടോയ്സ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ഷവർ റൂം, പിന്നെ അപ്പുറത്തേക്ക് ഒരു റൂം എക്സ്ട്രാ ഉണ്ട്. നമ്മളവിടെയാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ ഇത് ടോയ്ലറ്റ്. അങ്ങനെ ഷവർ റൂമും ടോയ്ലറ്റും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും മിക്ക വീടുകളിലും ഉണ്ടാവുക. അങ്ങനെ അപ്പോൾ നമുക്കിനി ബെഡ്റൂമും ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ആലി, നമ്മളിന്ന് നമ്മുടെ വീട് എല്ലാവരും കാണിച്ചു കൊടുക്കാൻ പോവല്ലേ? ആലിക്കുട്ടിക്ക് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമല്ലേ? ആലിക്കുട്ടി പ്ലാന്റ്സ് ടച്ച് ചെയ്യോ ഡിസ്ട്രോയ് ചെയ്യോ ഒന്നും ഇല്ലല്ലോ. ആലിക്കുട്ടി നല്ല സൂപ്പറായിട്ട് കീപ്പ് ചെയ്യും അല്ലേ? ആലിയുടെ വീട് ആലി നല്ല സൂപ്പറായിട്ടിടും, നീറ്റായിട്ടിടും അല്ലേ? താഴെ നിർത്തണോ? ഓക്കെ. ആലിയുടെ പ്ലേ റൂം കണ്ടാലോ? ഓക്കെ, ലെറ്റ്സ് ഗോ. ആലിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോയ് ഏതാ? പിങ്ക് ആണോ? പിങ്ക് അതിനെടുത്തു. ആലിനോട് ഞാൻ പറഞ്ഞു ആലിയുടെ ടോയ് റൂം നമുക്ക് എല്ലാവരും കാണിച്ചു കൊടുക്കണം. അപ്പോൾ ആലി തന്നെ ഇതൊക്കെ അല്ലേ? ആലി, യു ക്ലീൻ യുവർ ഓൺ മെസ്സേ. ആലി എല്ലാം എടുത്തു വെച്ചൂലേ, അറേഞ്ച് ചെയ്ത് വെച്ചൂലേ? ആണോ? അതെന്താ? ഡോളാണോ ഇഷ്ടം? ആലിക്ക് ഏറ്റവും ഇഷ്ടം ഡോൾസിനെയാണ് അല്ലേ? ഇഷ്ടമുള്ള കുറച്ച് ടോയ്സിന് ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് കൊറിയർ വിട്ട സമയത്ത് വിട്ടതാണ് കേട്ടോ. ഇപ്പം ഇവിടെ വന്ന് എല്ലാം കൂടെ കുറേ ടോയ്സായി. കുവൈറ്റിൽ നിന്ന് നമ്മൾ വാങ്ങി, പിന്നെ ഇവിടെ നിന്ന് വാങ്ങിയില്ലേ? ഓക്കെ, എടുക്കാം. So high I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. Times don't fly too high. Be sure to keep the ground in sight. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ബാൽക്കണി. ബാൽക്കണി എന്ന് പറയാൻ മാത്രം വലുതൊന്നും അല്ല, ഒരു കുഞ്ഞു ബാൽക്കണിയാണ് കേട്ടോ. പക്ഷെ നമ്മൾ മോസ്റ്റ് ഓഫ് ദി ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. കാര്യം ഇനിയിപ്പോൾ സമ്മർ ആവുകയാണല്ലോ. അപ്പോൾ നമ്മൾ ചായ കുടിക്കാനാണെങ്കിലും അല്ലാണ്ട് ഇങ്ങനെ ചുമ്മാ വർത്താനം കൊണ്ടിരിക്കാനൊക്കെ ആണെങ്കിലും ആരെങ്കിലൊക്കെ വരുമ്പോൾ ആണല്ലോ നമ്മളിവിടെ ഇരിക്കാറുണ്ട്. Our hearts beat to the city streets. We began to feel the fire. We rise like. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ചെയറൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ ഇരിക്കുന്ന ഒരു സ്ഥലം കേട്ടോ. ആലിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇരിക്കാൻ. ഇപ്പം റീസെൻ്റ്ലിയാണ് നമ്മൾ ഈ ഗ്രീൻ മാറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പിന്നെയെന്ന് വെച്ചാൽ രസമല്ലേ പുറത്ത് ഫ്രഷ് എയറും ഒക്കെ കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞു വീടിൻ്റെ ഹോം ടൂർ എന്ന് പറയുന്നത്. ആലി ഇവിടെ വാ, താങ്ക് യു പറ. ആലിക്ക് മേക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മസ്കാരയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ, അതൊക്കെ കളഞ്ഞു. ആലിക്കുട്ടി ഇനി പറ താങ്ക്സ് ഫോർ വാച്ചിങ് എന്ന് പറഞ്ഞേ. അവിടെ നോക്കി പറ.
Thank you താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. watching the video. അപ്പോൾ ആലീസ് നെസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായോ ചോദിച്ചേ? ഇഷ്ടായോ എല്ലാവർക്കും ആലുട്ടിയുടെ വീട് ആൽക്കുട്ടിയുടെ വീട് ഇഷ്ടായോ എല്ലാവർക്കും? കമൻറ്റ് ബിലോ പറ. കമന്റ് ബില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പറ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഫോർ ദ കോൺസ്റ്റന്റ് സപ്പോർട്ട്. സോ ദോസ് ഹു ഹാവ് നോട്ട് യെറ്റ് സബ്സ്ക്രൈബ്, പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. ബൈ, സീ യു. നമ്മുടെ വീട്ടിലുള്ളൊരു ചെടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടായോ? അത് നിങ്ങൾ കരിയുമോ? അതൊക്കെ നിങ്ങൾ കരിയുന്ന കാര്യമാ. നിങ്ങൾ കരിയുമല്ലേ അത്? ആലിക്കുട്ടിയുടെ ടോയ് റൂം ഇഷ്ടമായോ ചോദിക്കേ? തോടും ഇഷ്ടായി നിങ്ങൾക്ക്? തോടും നിങ്ങൾക്ക് ഇഷ്ടായോ? നിനക്ക് ബൈ ബൈ ഗായ്സ്. വരാം. ബൈ ബൈ ഗൈസ്.